ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനവർക്ക് മാർഗദർശനമായി നിശ്ചയിച്ചു തന്നിട്ടുള്ള റബ്ബിന്റെ കലാം. ആ കലാമിന്റെ മൂന്നിൽ ഒന്ന്, വിശുദ്ധ ഖുർആനിന്റെ മൂന്നിൽ ഒന്ന് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്ന, ഒരുപക്ഷെ ചെറുപ്പം മുതൽ കാണാതെ അറിയുന്നത് കൊണ്ട്, സ്ഥിരമായി പാരായണം ചെയ്യുന്നത് കൊണ്ട് വേണ്ടത്ര ആഴത്തിലേക്ക് പഠിക്കാനോ മനസ്സിലാക്കാനോ മുസ്ലിം സാധാരണക്കാർക്ക് അവസരം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അധ്യായമാണ് അൽ ഇഖ്ലാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായം. സൂറത്തുൽ കാഫിറൂൻ വിശദീകരിച്ചെടുത്ത് നമുക്ക് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ ആദ്യ ഭാഗം ലാ ഇലാഹ എന്നത് സൂറത്തുൽ കാഫിറൂനിലൂടെ അള്ളാഹു വിശദീകരിച്ചു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് തുടങ്ങുന്ന ആ അധ്യായം ലാ ഇലാഹ എന്ന ഭാഗവും ഇല്ലല്ലാഹ് അല്ലാഹുവല്ലാതെ എന്ന ഭാഗം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇഖ്ലാസിലൂടെയും റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു എന്ന് നമുക്ക് കാണാം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിത്യജീവിതത്തിൽ പലതവണ പാരായണം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള ഒരു അധ്യായമാണിത്. ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിൽ മുമ്പ് നമ്മൾ വിശദീകരിച്ചു. ബുഖാരിയും മുസ്ലിമും ഒട്ടനേകം ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ 3 തവണ ഒപ്പമുള്ള സൂറത്തു ഫലഖിനോടും സൂറത്തു നാസിനോടും ചേർത്ത് ഈ അധ്യായം പാരായണം ചെയ്യാൻ, അത് 3 പ്രാവശ്യം പാരായണം ചെയ്യാൻ, മാത്രമല്ല ഓതിയിട്ട് ശരീരത്തിലാകെ തടവാൻ, അഥവാ എല്ലാ ദിവസവും മന്ത്രിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ചിലരെങ്കിലും മന്ത്രം എന്ന് പറയുമ്പോഴേക്കും അത് അന്ധവിശ്വാസം, ശിർക്ക് എന്നൊക്കെ പറഞ്ഞു കളയും. തെറ്റാണത്. വാദം പിടിച്ച മന്ത്രം അതാ പാടില്ലാത്തത്. മന്ത്രവാദം അത് നമുക്ക് വേണ്ട. എന്നാൽ മന്ത്രം എന്ന് പറഞ്ഞാൽ സ്വകാര്യമായി പറയുക. ആരോട്? റബ്ബിനോട്, പടച്ചവനോട് സ്വകാര്യമായി പറയുന്നതിനാണ് മന്ത്രം എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്നർത്ഥത്തിൽ. അത് വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ എല്ലാ ദിവസവുമുണ്ട്. അതിൽ ഒന്നാണ് ഈ സൂറത്ത് ഇഖ്ലാസ് അടക്കം രാത്രി നമ്മൾ കിടക്കുമ്പോൾ എന്നിട്ട് ഊതിയിട്ട്, മറ്റു റിപ്പോർട്ടിൽ ആദ്യം ഊതി പിന്നീട് ഓതിയിട്ട് ശരീരമാസകലം തടവണം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ ഒരു ഉറക്കം ഈ 3 സൂറത്തുകൾ ഓതി ശരീരമാസകലം പരമാവധി ശരീരഭാഗങ്ങളിലെല്ലാം തടവണം എന്ന് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഉറക്കം സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇന്നലെ രാത്രി നമ്മൾ അങ്ങനെയാണോ ഉറങ്ങിയത്? നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം അറിയുമോ? തുടങ്ങിയ പ്രായോഗിക കാര്യങ്ങൾ ഇതിനോട് ചേർത്ത് നമ്മൾ നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കേണ്ടതുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിന്റെ റബ്ബിനെ ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരണം. കാരണം അവർ ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് വിളിക്കുന്നു, ഇസ്മായിൽ നബിക്ക് നേർച്ച കൊടുക്കുന്നു, ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും വഴിപാടുകൾ സമർപ്പിക്കുന്നു. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മഹാന്മാരെ ഒന്നും ആരാധിക്കാൻ, അവരോടൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർക്കൊരു അത്ഭുതമായിട്ട് ആ മക്കയിലെ മുശ്രിക്കുകൾ എന്താ ഈ പറയുന്നത്? ഇബ്രാഹിം നബിനെ വിളിക്കാൻ പാടില്ല പോലും, ഇസ്മായിൽ നബിക്ക് നേർച്ച കൊടുക്കാൻ പാടില്ല പോലും, എല്ലാം ഒരു പടച്ചോന്. എന്നാൽ ആ പടച്ചോനെ പറ്റി നീ ഒന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചതാ എന്ന് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ സൂറത്തിലുള്ള ഓരോന്നും
വിശുദ്ധ ഖുർആനിന്റെ 1/3 എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രാധാന്യമുണ്ട്. ഖുൽ, മുഹമ്മദ് നബിയെ പറയുക, ഹുവല്ലാഹു അഹദ്, കാര്യം അള്ളാഹു ഏകനാണ് എന്നതാകുന്നു. ഒന്നാമതായി ഒരു സന്ദർഭമുണ്ട് അവിടെ. ആ സന്ദർഭത്തിൽ വെച്ചുകൊണ്ട് ഹുവ എന്ന ആ സർവനാമത്തിന് അത് എന്നും അവൻ എന്നും 2 രൂപത്തിൽ അർത്ഥം പറയും. വരാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയുന്ന, അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു കാര്യം എന്ന നിലക്കാണ് ഇത് ഉപയോഗിക്കപ്പെടാറുള്ളത്. അതാണ് ഹുവ, അത് അഥവാ കാര്യം. ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണ്? ഹുവല്ലാഹു അഹദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാകുന്നു എന്നതാണ് കാര്യം. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. നമുക്ക് ഈ ലോകത്ത് ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിനെ അറിയണോ? ഖുൽ ഹുവല്ലാഹു അഹദ്, കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനാകുന്നു എന്നതാണ്. അഹദ് എന്നത് സ്ഥാനരൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. നമ്മൾ ഒന്ന് എന്നതിനെ വാഹിദ് എന്നാണ്, നമ്മൾ അറബിയിൽ എണ്ണുമ്പോൾ വാഹിദ് എന്നാണ് പറയുക. അപ്പൊ അഹദ് എന്നത് സ്ഥാനരൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ, അഥവാ എണ്ണത്തിൽ മാത്രമല്ല ഏത് നിലക്ക് നോക്കിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാകുന്നു. ബഹുത്വത്തിന്റെ, നാനാത്വത്തിന്റെ, ഘടനയുടെ ഒരു കലർപ്പും റബ്ബ് സുബ്ഹാനഹു വ തആലക്കില്ല. അവൻ എല്ലാ അർത്ഥത്തിലും ഏകനാകുന്നു എന്നതാണ്. അള്ളാഹുവിന്റെ സത്തയിൽ, ഗുണങ്ങളിൽ, നാമവിശേഷണങ്ങളിൽ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാകുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക നബിയെ, കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനാകുന്നു. അതിന്റെ വിശദീകരണം എന്നോണമാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അവന്റെ ആ ഏകത്വത്തിന്റെ പ്രത്യേകതകളാണ് അടുത്ത ആയത്തുകളിൽ. അല്ലാഹു സ്വമദ്, റബ്ബ് സുബ്ഹാനഹു വ തആല ഏവർക്കും ആശ്രയമുള്ളവനാകുന്നു. സ്വമദ് എന്നതിന് നേരെ ഒരു മലയാള അർത്ഥം പറയുക നമുക്ക് സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ എല്ലാവരും റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആശ്രയിക്കുന്നു. റബ്ബ് ആരെയും ആശ്രയിക്കുന്നില്ല. ഇത് എഴുതണമെങ്കിൽ എത്ര വാചകം മലയാളത്തിൽ വേണമെന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ചുരുക്കി പറഞ്ഞാൽ അസ്വമദ് എന്നതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള എല്ലാവർക്കും അവന്റെ ആശ്രയമില്ലാതെ ഒരു സെക്കൻഡ് മുന്നോട്ട് പോകാൻ നമുക്കാർക്കും സാധ്യമല്ല. ഇതാണ് രാവിലത്തെ പ്രാർത്ഥനകളിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വലാ തകിൽനി, പടച്ചവനെ നീ എന്നെ വിട്ടേക്കരുത്, ഒരു കണ്ണിമ വെട്ടുന്ന സമയം എന്റെ കാര്യം റബ്ബേ നീ എന്നെ ഏൽപ്പിക്കരുതേ എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. ഒരൊറ്റ തുമ്മൽ മതി സഹോദരങ്ങളെ, ആ തുമ്മൽ മതി. നമ്മുടെ ഹൃദയം ഒന്ന് ചെക്കായാൽ അതോടുകൂടി നമ്മൾ ഈ ലോകത്ത് വിട പറയേണ്ടി വരും. ഏത് കാര്യത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആശ്രയം നമുക്ക് മാത്രമല്ല, ലോകത്തുള്ള സർവ്വ സൃഷ്ടികൾക്കും അള്ളാഹുവിന്റെ ആശ്രയം ആവശ്യമാണ്. അള്ളാഹുവിനാകട്ടെ ആരുടെയും ആശ്രയം ആവശ്യമില്ലതാനും. ലം യലിദ് വലം യൂലദ്, അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതാ എന്ന് പറഞ്ഞപ്പോൾ തുടർച്ചയായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, അവൻ അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല ആർക്കും ജന്മം നൽകിയിട്ടില്ല, അവൻ ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. അള്ളാഹിനെ പറ്റി മനസ്സിലാക്കേണ്ടത്, റബ്ബ് സുബ്ഹാനഹു വ തആല ആർക്കും ജന്മം നൽകി, അവൻ പിതാവോ മകനോ ബീജമോ ഒന്നുമല്ല. അതാണ് അപ്പൊ നമുക്കൊക്കെ ജന്മം നൽകിയതാർ. ആ ജന്മം നൽകുക എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ വിവാഹമൊക്കെയാണ് ഓർമ്മ വരിക. അതുകൊണ്ടാണ് പടച്ചവൻ പിതാവല്ല, പടച്ചവൻ മകനല്ല, പടച്ചവൻ ബീജമല്ല, എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ അല്ലാഹുവാണ്. പടച്ചവനെ സൃഷ്ടിക്കാൻ വിവാഹവും അങ്ങനത്തെ യാതൊന്നും ആവശ്യം. കുൻ ഫയകുൻ, നീ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുണ്ടാകും. ആദം നബി അലൈഹി ഇസ്ലാമിനെ എങ്ങനെ റബ്ബ് സൃഷ്ടിച്ചു? പിന്നെ ഹവ്വാ ബീവിയെ എങ്ങനെ സൃഷ്ടിച്ചു? അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകത. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പിതാവല്ല, മകനല്ല, ബീജവും അല്ല എന്ന് വിശുദ്ധ ഖുർആൻ. അവൻ സ്വയം ഭൂവാണ്, മാത്രമല്ല അവൻ അനാദ്യനാണ്, അവൻ അനന്തനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സന്താനമോ അല്ലെങ്കിൽ അവൻ അവതാരമോ അങ്ങനെ യാതൊന്നും റബ്ബ് സുബ്ഹാനഹു വ തആലക്കില്ല. അങ്ങനെ എല്ലാ സങ്കല്പങ്ങളിലും പടച്ചോൻ അവതാരമായി, ദൈവം അവതാരമായി അവതരിപ്പിക്കും തുടങ്ങിയ എല്ലാ സങ്കല്പങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല
പരിശുദ്ധനാകുന്നു. അവനല്ലാത്തതെല്ലാം അവന്റെ സൃഷ്ടികൾ, പടച്ചോനല്ലാത്തതെല്ലാം പടച്ചവന്റെ സൃഷ്ടികൾ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ലം യലിദ് വലം യൂലദ് എന്നതിന്റെ അർത്ഥം. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരുവനുമില്ല. പടച്ച തമ്പുരാന് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് തുല്യനായി ആരും തന്നെയില്ല. അവന്റെ സത്തയിലോ ഗുണങ്ങളിലോ പ്രവർത്തനങ്ങളിലോ അധികാരങ്ങളിലോ അവകാശങ്ങളിലോ സൃഷ്ടിയിലോ സംഹാരത്തിലോ നിയന്ത്രണത്തിലോ കൈകാര്യകർത്തൃത്വത്തിലോ അറിവിലോ കഴിവിലോ ഒന്നും തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് തുല്യനായി പങ്കാളിയായി ആരും തന്നെയില്ല. ലൈസ കമിസ്ലിഹി ശൈഉൻ, അവനെപ്പോലെ ഒരു വസ്തുവുമില്ല. വഹുവ സമീഉൽ അലീം, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കണ്ടറിയുന്നവനുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ സഹോദരങ്ങളെ, വളരെ സത്തയടങ്ങുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല ആരാണ് എന്ന് നമ്മൾ അറിയേണ്ടുന്ന, പഠിക്കേണ്ടുന്ന, ഇതെങ്ങാനും ഒരു സത്യവിശ്വാസി യഥാവിധി പഠിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗത്തിലേക്ക് പോകാനുള്ള അടിസ്ഥാനമായ അറിവ് അവന് കിട്ടി. ഇനി ഇസ്ലാം അല്ലാത്ത മറ്റേത് മതങ്ങൾ എടുത്തു നോക്കൂ, ഇത്രയും ശുദ്ധമായ ഏകദൈവ ആരാധനയിൽ നിന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന വ്യതിയാനങ്ങളാണ് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ. എന്നാൽ ഈ പടച്ചവനെ അവരൊക്കെ അംഗീകരിക്കുകയും ചെയ്യും. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശ്-ശംസ വൽ ഖമർ ലയഖൂലുന്ന അല്ലാഹ്. മുഹമ്മദ് നബിയെ, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ്, സൂര്യചന്ദ്രന്മാരെ ശരിപ്പെടുത്തിയത് ആരാണ് എന്ന് നീ അവരോട് ചോദിച്ചാൽ അവർ പറയും ലയഖൂലുന്ന അല്ലാഹ്, അല്ലാഹു ആകുന്നു. ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? അല്ലാഹു. മൻ നസ്സല മിനസ് സമാഇ മാഅൻ, ആരാണ് ആകാശം വെള്ളമിറക്കുന്നത്? അല്ലാഹു എന്ന് തന്നെ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ മുശ്രിക്കുകൾ പറയുമായിരുന്നു. പിന്നെ അങ്ങനെ ഒരു തെറ്റിക്കപ്പെട്ടു പോയി. ഇതൊക്കെ സമ്മതിച്ചിട്ട് പിന്നെന്തേ മഴല്ലെങ്കിൽ ഒരു ഇബ്രാഹിം നബിയെന്ന് വിളിക്കുന്നത്? ഇതൊക്കെ സമ്മതിച്ചിട്ട് പിന്നെന്തേ ഒരു കുട്ടില്ലെങ്കിൽ ഇസ്മായിൽ നബിയോട് പ്രാർത്ഥിക്കുന്നത്? അതാ ഖുർആൻ ചോദിക്കുന്നത്. ഒക്കെ ഒരു സമ്മതിക്കുന്നു. അപ്പോൾ സഹോദരങ്ങളെ, ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്നത് ഒന്നിലധികം പടച്ചവന്മാരുണ്ട് എന്ന് പറയലാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ബഹുദൈവ വിശ്വാസമില്ല എന്ന് പറയേണ്ടി വരില്ലേ? ബഹുമാന്യരായ ഹൈന്ദവർ, അവരോട് നാം ചോദിക്കൂ, ആരാണ് സൂര്യനെ സൃഷ്ടിച്ചത്? അവർ പറയുമോ ശ്രീരാമനാണെന്ന്? അവർ പറയുമോ ശ്രീകൃഷ്ണനാണെന്ന്? ഇല്ല. നിങ്ങൾ ഞങ്ങളൊക്കെ പറയുന്ന ആ പടച്ചോൻ തന്നെ. പിന്നെ എന്തിനാ നിങ്ങൾ ഇവരെ ആരാധിക്കുന്നത്? അത് പടച്ചോന്റെ അടുത്തൊക്കെ ഒരു മീഡിയേറ്റർ, ഒന്ന് അടുപ്പിക്കാൻ, അതാണ് അവരുടെ ന്യായം. അതാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ ബഹുദൈവ വിശ്വാസികളും പറഞ്ഞത്, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഞങ്ങളെ പടച്ചോന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ വേണ്ടി അല്ലാതെ ഞങ്ങൾ ഇവരെ ഒന്നും വിളിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, അവരൊക്കെ പടച്ചോന്റെ സൃഷ്ടികളല്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവർ ആരാധനയും പ്രാർത്ഥനയും നേർച്ചയും വഴിപാടുമെല്ലാം പടച്ചവനല്ലാത്തവർക്ക് സമർപ്പിച്ചപ്പോ അവർ ദൈവവിശ്വാസികൾ തന്നെയായിരുന്നു. ദൈവവിശ്വാസിക്ക്, ഇനി ഞാൻ പറയുന്ന വാചകം ശ്രദ്ധിക്കുക, ദൈവവിശ്വാസിക്ക് ബഹുദൈവ വിശ്വാസിയാകാൻ കഴിയൂ. പടച്ചോൻ ഇല്ല എന്ന് പറയുന്നവനും ബഹുദൈവ വിശ്വാസിയാവേണ്ട കാര്യമില്ലല്ലോ. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അധികം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല പടച്ചവനിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. സൂറത്ത് യൂസുഫിൽ റബ്ബ് സുബ്ഹാനഹു വ പറയും, ലോകത്തുള്ള ബഹുഭൂരിഭാഗം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാകുന്നു ഖുർആൻ പറയുന്നു. പക്ഷെ എന്താ കണ്ടീഷൻ? ഇല്ലാ വഹും മുശ്രികൂൻ, അല്ലാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും അല്ലാഹു. പിന്നെ എന്തിനാ പ്രവാചകന്മാർ ആ പങ്കു ചേർക്കൽ ഒഴിവാക്കണം? അപ്പോൾ ജനങ്ങൾ എന്തു പറഞ്ഞു? ഏത് പങ്കുകാരെ ഒഴിവാക്കണമെന്നാണോ പറഞ്ഞത്, ആ പങ്കുകാരെ പ്രവാചകന്മാർ കുറ്റം പറയുന്നു, തള്ളിപ്പറയുന്നാക്കി മാറ്റി. ഇബ്രാഹിം നബി അംഗീകരിക്കാത്തവൻ എന്നായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ചാർജ് ഷീറ്റ്. ഇബ്രാഹിം നബിയെ തള്ളിപ്പറയുന്നവൻ, ഇസ്മായിൽ നബിയെ സ്നേഹിക്കാത്തവൻ. അവിടുന്ന് പറഞ്ഞതോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആഇന്റെ ഫലമാണ് ഞാൻ. അവിടുന്ന് ദുആ ചെയ്തിട്ടാ ഞാൻ ജനിച്ചത്. ഞാൻ ഇബ്രാഹിം നബി മില്ലത്തിലാണ്. ഇബ്രാഹിം നബി പടച്ചവനെ മാത്രമാണ് ആരാധിച്ചത്. അതുകൊണ്ട് ഇബ്രാഹിമി മില്ലത്ത് നിങ്ങൾ പിൻപറ്റണം എന്നായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ആദം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് എന്താണോ ശിർക്ക്, അതാണ് ലോകാവസാനം വരെ ലോകത്ത് ശിർക്കായി വരിക. ആദം നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് എന്താണോ തൗഹീദ്, അതാണ് ലോകാവസാനം വരെ തൗഹീദ്. അതിൽ യാതൊരു മാറ്റവും വരികയില്ല എന്നർത്ഥം. അതുകൊണ്ട് ഈ സൂറത്ത് ഒരു ഖുതുബയിലോ ഏതാനും ഖുതുബകളിലോ വിശദീകരിക്കാൻ പറ്റിയതല്ല.
അതുകൊണ്ട് അഗാധമായി നാം പഠിക്കേണ്ടുന്ന ഒരധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഈ സൂറത്ത് ഉറങ്ങുമ്പോൾ 3 പ്രാവശ്യം മറ്റ് 2 സൂറത്തുകളോടൊപ്പം ഓതണമെന്ന് പറഞ്ഞു. സുബ്ഹ് നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് നമസ്കാരം, ആ 2 റക്അത്ത് നമസ്കാരത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ റക്അത്തിൽ, ഒന്നാമത്തെ റക്അത്തിൽ റസൂലുള്ള ഫാത്തിഹ ഓതും, ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തുൽ കാഫിറൂൻ ഓതും. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ആണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തത്. വിശ്വാസം ദൃഢമാക്കാനും അമലുകളിലേക്ക് അത് പ്രതിഫലിപ്പിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരീ സഹോദരങ്ങളെ, സൂറത്തുൽ ഇഖ്ലാസിന്റെ അന്തസ്സത്ത അറിയുക എന്നത് ലോകത്തുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ സൂറത്തുൽ ഇഖ്ലാസ് അനുസരിച്ചെങ്ങാനും ഒരു വ്യക്തി ജീവിച്ചു മരിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആത്യന്തികമായ രക്ഷ, സ്വർഗം ആ വ്യക്തിക്ക് ലഭ്യമാകും. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്ന ഏകദൈവാരാധനയുടെ മർമ്മം ഊറ്റിയെടുത്ത് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നു. അതാണ് ഖുർആനിന്റെ 1/3 എന്ന് പറഞ്ഞത്. ഇനി സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് ഈ മുസ്ലിം സമുദായത്തിൽ അംഗങ്ങളിൽ നമുക്ക് പറയുന്നത് കേൾക്കാൻ സാധിക്കും, ലോകം നിയന്ത്രിക്കുന്നത് ഇന്ന ആളാണ്. കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ മരിച്ചു കിടക്കുന്ന ഒരാളാണ്. ഇനി ഒരു പക്ഷേ പിന്നീട് വരുന്ന ആരെങ്കിലും ആൾക്ക് അത് മാറ്റുമോ എന്നറിയില്ല. നോക്കൂ, ആ വാചകം പറയാൻ റബ്ബ് സുബ്ഹാനഹു വ തആല വ്യക്തിക്ക് ശ്വാസോച്ഛ്വാസം നൽകിയല്ലോ. ലോകം എനിക്ക് എന്നെ ശ്വസിപ്പിക്കുന്നതടക്കം ലോകത്തെ നിയന്ത്രിക്കുന്നത് ഒരു കബറിൽ മരിച്ചു കിടക്കുന്ന ആളാണെന്ന് പറയാനുള്ള ആ നാവിന് ശേഷി പടച്ചവൻ കൊടുത്തിട്ടാണല്ലോ അത് പറഞ്ഞത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു വാദം മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു വാദം ബഹുമാന്യരായ ക്രൈസ്തവർ പറഞ്ഞിട്ടില്ല. ഈ ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാകുന്നു, അല്ലെങ്കിൽ ഇന്ന ഔലിയാകുന്നു എന്ന തരത്തിലേക്ക് ഏറ്റവും അപകടകരമായ വാദം. ഏതുവരെ അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പടവൂരിൽ മരിച്ചു കിടക്കുന്ന ആളെ കുറിച്ച് ആധികാരികമായി എഴുതിയ ഗ്രന്ഥത്തിൽ ഒരു ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാ. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? ഖുൽ ഹുവല്ലാഹു അഹദ് അങ്ങനെ പറയാൻ പറ്റൂല. കാരണം കേൾവിയുടെ വിഷയത്തിൽ പടച്ചോനല്ല, വേറെ ആൾ കൂടി എന്തുണ്ട്, എല്ലാം കേൾക്കുന്ന വേറെ ആൾ കൂടി ഉണ്ട്. കാഴ്ചയുടെ വിഷയത്തിൽ വേറെ ആൾ കൂടി ഉണ്ട്. പ്രവർത്തനത്തിന്റെ വിഷയത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയും ചെയ്യാം. എന്നിട്ട് ഒരു പക്ഷേ ആ പ്രഭാഷണം, ആ വായന തുടങ്ങുന്നതിന് മുമ്പ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് ആമീൻ പറഞ്ഞിട്ടുണ്ടാവും. ഇനി നേരെ പറയാ CM മടവൂർ ലോകം നിയന്ത്രിക്കുന്ന ആളാകുന്നു. തകർന്നില്ലേ നേരത്തെ പറഞ്ഞത്? അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്ത് അപകടം പിടിച്ച വാദമാണിത്! പടച്ചോനെങ്ങാനും ഓരോ തിന്മക്കുള്ള ശിക്ഷ ആ സന്ദർഭത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അപ്പം ഭൂമിയിലേക്ക് താഴ്ത്തിക്കളയാൻ മാത്രം, അപ്പോൾ തന്നെ ശിക്ഷ ഇറക്കാൻ മാത്രം അതിഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സൂറത്ത് നമ്മുടെ വിശ്വാസത്തിലേക്ക് പ്രതിഫലിക്കണം. അവിടെ നമ്മൾ തറവാട് നോക്കരുത്, മാതാപിതാക്കൾ നോക്കരുത്, സുഹൃത്തുക്കൾ നോക്കരുത്, സാഹചര്യം നോക്കരുത്. കാരണം അവരാരും നമുക്ക് കബറിലുണ്ടാവില്ല. മലക്കുകളുടെ റൂഹിനെ പിടിക്കാൻ വരുമ്പോൾ അവരാരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല. വിചാരണക്കെടുക്കുമ്പോൾ ഒരു പണ്ഡിതനും ഒരു പാമരനും നമ്മോടൊപ്പം ഉണ്ടാവില്ല. പടച്ചവൻ മാത്രമാണ് നമുക്ക് രക്ഷകനായി ഉണ്ടാവുക. അതുകൊണ്ട് ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രമല്ല, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പങ്കു ചേർക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന മഹാ അപകടം എന്താണെന്നറിയൂ? ബഹുമാന്യരായ ക്രൈസ്തവ സഹോദരങ്ങളുടെ വിശ്വാസം എന്താ? ഞങ്ങൾ പരലോകത്ത് കുടുങ്ങൂല. കാരണം എന്താ? ഞങ്ങൾ ഈസാ നബി യേശുവിനെ വിശ്വസിച്ച ആളാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും പാപഭാരം ഏറ്റെടുത്ത് യേശു കുരിശിൽ മരിച്ചിരിക്കുന്നു. യേശുവിൽ വിശ്വസിപ്പിൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാം. അപ്പൊ ഒരു സുരക്ഷിതത്വ ബോധം, പ്രശ്നമൊന്നുമില്ല. ഞാൻ വ്യതിചരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പല തെറ്റും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാകാം, പക്ഷെ യേശു അവരുടെ ഒരു പരലോക വിശ്വാസത്തിന്റെ അവസ്ഥ ആലോചിച്ചൊക്കെ രക്ഷിക്കാൻ യേശു ഉണ്ടാകും. ഇസ്ലാം പഠിപ്പിച്ചതോ
എല്ലാ ഓരോ മനുഷ്യനും അവനവൻ പ്രവർത്തിച്ചതല്ലാതെയില്ല. അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കില്ല. ഒരാളുടെ പാപഭാരം വേറൊരാൾ ഏറ്റെടുക്കില്ല. നോക്കൂ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മകളോട് പറയാണ്, ഫാത്തിമ നീ എന്റെ കരളിന്റെ കഷ്ടമാണ്. മക്കൾ എങ്ങനെയാകണം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാകണം? കരളിന്റെ കഷ്ണം. അത്രമാത്രം സ്നേഹം മക്കളോട് വേണമെന്ന് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമ്മൾ പഠിപ്പിക്കുന്നു. മോളെ നീ എന്റെ കരളിന്റെ കഷ്ടമാണ്. ഈ ദുനിയാവിൽ വെച്ച് മോക്ക് എന്ത് വേണമെങ്കിൽ ചോദിച്ചോ, സാധിക്കലും ഇപ്പൊ സാധിപ്പിച്ചു തരും. പക്ഷെ അടുത്ത വാചകം എന്താ? അൻഖിദീ നഫ്സകി മിനന്നാർ, മോളെ നിന്റെ തടി നീ നരകത്തുനിന്ന് കാക്കണം. നാളെ നിന്റെ അമല് മോശമായി, നിന്റെ ഈമാൻ മോശമായിട്ട് എന്റെ മുമ്പിലൂടെ നിന്നെങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോവാ, എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അഫമൻ ഹഖ്ഖ അലൈഹി കലിമത്തുൽ അദാബ് അഫ അൻത തുൻഖിദു മൻ ഫിന്നാർ. സൂറത്ത് സുമർ നമ്മൾ ചോദിക്കാണ്, ഒരാൾ അഫമൻ ഹഖ്ഖ അലൈഹി കലിമത്തുൽ അദാബ്, ഒരാളുടെ മേൽ അല്ലാഹുവിന്റെ ശിക്ഷ യാഥാർത്ഥ്യമായാൽ അഫ അൻത തുൻഖിദു മൻ ഫിന്നാർ, നീയാണോ ആ വ്യക്തിയെ നരകത്തിൽ രക്ഷപ്പെടുത്തുന്നത്? അല്ലാത്തൊരു ചോദ്യമാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹിക്ക് സ്വന്തം എളാപ്പയെ രക്ഷപ്പെടുത്താൻ കഴിയോ? നൂഹ് നബി അലൈഹി ഇസ്ലാമിന് സ്വന്തം മകനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ? ദുനിയാവിലില്ല, പരലോകത്തും കഴിയില്ല. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് സ്വന്തം കിടപ്പറ പങ്കിട്ട ഭാര്യയെ സ്വർഗത്തുണ്ടാകാൻ കഴിയില്ല. എന്റെ കാര്യം, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ വിശ്വാസം ഭാര്യ സ്വീകരിച്ചില്ല. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ വിശ്വാസം മകൻ സ്വീകരിച്ചില്ല. പ്രവാചകന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രക്തബന്ധുക്കളാണ് എന്നതുപോലും അവിടെ പരിഗണിക്കുന്നില്ല. അപ്പൊ സഹോദരങ്ങളെ, ഏകദൈവ ആരാധനയിലൂടെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്കൊരു വിശ്വാസം, ഒരു പടച്ചോനെ ഒരാളുണ്ടാവില്ല കേട്ടോ. ഞാൻ കാട്ടിക്കൂടിയ തെമ്മാടിത്തണ്ടല്ലോ, ആ തെമ്മാടിത്തം പടച്ചോൻ പരലോകത്ത് കാണിക്കും. നമ്മൾ ഒരു സൂറത്തിൽ കഹ്ഫ് വവജദൂ മാ അമിലൂ ഹാദിറാ, നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനം അങ്ങനെ തന്നെ ഹാജരാക്കും. എന്താ മദ്രസയില് അറ്റൻഡൻസ് ഹാലിർ ഉസ്താദേ, ഞാനിവിടെ എന്താ അർത്ഥം? പെൺകുട്ടിയാണെങ്കിൽ ഹാലിറ, ഞാനിവിടെ ഹാജറാണ്. അതേ പദാ പ്രയോഗിച്ചത്. നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനം അങ്ങനെ തന്നെ ഹാജരാക്കും. പടച്ചോനെ, ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ തെറ്റ് ചെയ്യുന്ന രംഗം, കടയുടെ പിന്നിൽ പോയി ഇരുട്ടിൽ പോയി കുപ്പി പൊട്ടിക്കുന്ന രംഗം ആരെ കാണിക്കുന്നു? വീഡിയോ കണ്ടുപിടിക്കാൻ ആവശ്യമായ ബുദ്ധി നൽകിയ പടച്ചവനാണോ നമ്മുടെ ജീവിതം രേഖപ്പെടുത്തി കാണിച്ചു തരാൻ പ്രയാസം? അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സൂറത്ത് പഠിച്ചാൽ പടച്ചോനേകനാണ്, അവനിലേക്ക് ഒരു പങ്കുകാരനുമില്ല എന്നത് മനസ്സിലാക്കുമ്പോൾ എനിക്ക് ഞാൻ തന്നെയേ ഉണ്ടാവൂ, എനിക്ക് രക്ഷകനായി പടച്ചവനേ ഉണ്ടാവൂ എന്ന ഏറ്റവും മഹത്തായ സന്ദേശം നമുക്ക് കിട്ടും. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് കൂടുതലായി നമ്മൾ പഠിക്കുക, ജീവിതത്തിലേക്ക് ബന്ധപ്പെടുത്തുക. നാം പറഞ്ഞു, ഉറങ്ങാൻ കിടക്കുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതി ശരീരത്തിലാകെ തടവണം. പിന്നീട് പറഞ്ഞു, സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് അറിയുക. മഹാനായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും ഉപേക്ഷിക്കാത്ത സുന്നത്ത്. യാത്രയിൽ സുന്നത്ത് നിസ്കാരമല്ല, ഫർള് തന്നെ ചുരുക്കാം. ഒരാൾ ഇവിടുന്ന് എറണാകുളത്ത് പോവാൻ, അയാൾക്ക് ദുഹറും അസറും യാത്രയിൽ രണ്ടും 4ആയിട്ട് നിസ്കരിച്ചാൽ മതി. ആദ്യം 2, പിന്നെ അസർ 2. ഒരാൾക്ക് ഇഷ 3ഉം 2ഉമായി നിസ്കരിച്ചാൽ എറണാകുളത്ത് എത്തിയിട്ട് നിസ്കരിച്ചാൽ മതി. ഇഷാന്റെ സമയത്ത് ചില ആൾക്കാർ ഇതൊന്നും അറിയാത്തതുകൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്നുണ്ട്. പാടില്ല സഹോദരങ്ങളെ. എന്നാൽ സുബഹ് വിമാനത്തിലാണെങ്കിൽ അവിടെ വെച്ച് ഒരു രക്ഷയില്ല. ദുഹറിനോടും ചേർക്കാൻ പറ്റില്ല, ഇഷാനോടും ചേർക്കാൻ പറ്റില്ല. ആ സമയത്ത് നിർവഹിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പലപ്പോഴും ട്രെയിനിലൊക്കെ പോകുമ്പോ നൂറുകണക്കിന് മുസ്ലിമീങ്ങൾ സുബൈ നിസ്കരിക്കുന്നില്ല. അവരെവിടേക്കാണ് ഈ സുബൈ മാറ്റിവെക്കുന്നത്? എവിടേക്കാ? സുബൈക്ക് തൊട്ട് മുമ്പ് 4:45 പുറപ്പെടുന്ന ട്രെയിൻ കണ്ണൂരുന്നുണ്ട്. അതിൽ മുസ്ലിമീങ്ങൾ എവിടെ വെച്ചാണ് ഈ സുബൈ നിസ്കരിക്കുന്നത്? അവിടെ വെച്ച് നിസ്കരിച്ചോളണം. എവിടെയാണോ അവിടെ നിസ്കരിക്കണം. അപ്പോൾ ആ സുബഹിക്ക് യാത്രയിൽ പോലും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിക്കാത്ത 2 റക്അത്താണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത്. ആ 2 റക്അത്ത് നമസ്കരിക്കാത്തവർ ഇന്നത്തെ ഖുതുബ കേൾക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, നമുക്ക് നമസ്കരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ ലോകം മുഴുവൻ ഉള്ളതും അതിലുള്ളതും ഇതിനേക്കാളും മഹത്താണ് എന്ന രൂപത്തിൽ വലിയ മഹത്വം പഠിപ്പിച്ച 2 റക്അത്താണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത്. ആ 2 റക്അത്ത് നമസ്കാരങ്ങളിൽ ഒന്നാമത്തതിൽ കാഫിറൂനും രണ്ടാമത്തതിൽ നാം ഇപ്പോൾ പഠിച്ച സൂറത്തുൽ ഇഖ്ലാസും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അധ്യായം റസൂൽ ഓതിയിരുന്നു. അതോടൊപ്പം തന്നെ ഉംറ, അതേപോലെ തന്നെ ഹജ്ജ്, ഇതിനൊക്കെ അനുബന്ധിച്ച് തവാഫ് ഉണ്ടാകും. ആ തവാഫ് കഴിഞ്ഞാൽ
മഖാം ഇബ്രാഹിമിന്റെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിന്ന സ്ഥലം, കഅബ പടുത്തുയർത്തുമ്പോ ഉയരം കിട്ടാൻ വേണ്ടി നിന്ന സ്ഥലം, അതാണ് കാമ, നിന്നു, മഖാം, നിന്ന സ്ഥലം. നമ്മുടെ നാട്ടിലൊക്കെ കിടക്കുന്ന സ്ഥലത്തിനാ മഖാം എന്ന് പറയും, ഖുർആൻ നിൽക്കുന്ന സ്ഥലത്തിനാ പറഞ്ഞത്. ആ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് 2 റക്അത്ത് നമസ്കാരമുണ്ട്. ഹജ്ജിന്റെ ഭാഗമായുള്ള തവാഫ്, ഉംറയുടെ ഭാഗമായുള്ള തവാഫ്, നമുക്ക് ഏത് സന്ദർഭത്തിലും തവാഫ് നിർവഹിക്കാം. ആ തവാഫ് നിർവഹിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് നൽകുമാറാകട്ടെ. ആ തവാഫിന് ശേഷം 2 റക്അത്ത് സുന്നത്തുണ്ട്. ആ സുന്നത്തിലും ഇതേപോലെ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനും 2ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അധ്യായവും. മഗ്രിബിന് ശേഷമുള്ള സുന്നത്ത്, മഗ്രിബിന് ശേഷമുള്ള സുന്നത്ത് റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ള നിർബന്ധം പോലെ ഉപേക്ഷിക്കാതെ ജീവിതത്തിൽ കൊണ്ടു നടന്ന റക്അത്തുകൾ, സുന്നത്തുകളുണ്ട്. ആ സുന്നത്തിൽപ്പെട്ട ഒന്നാണ് മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത്. ആ മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്തിലും ഒന്നാമത്തതിൽ സൂറത്തുൽ കാഫിറിനും 2ാമത്തതിൽ സൂറത്തുൽ ഇഖ്ലാസും അവിടുന്ന് പാരായണം ചെയ്തു. രാവിലെ 3 പ്രാവശ്യം, ഒരു ദിവസം രാവിലെ ആയാൽ 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് റസൂലുള്ളാഹി ഓതിയിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ദിവസവും വൈകുന്നേരം. ഇതൊക്കെ ചൊല്ലാൻ ആർക്കാ സമയം? സഹോദര, കളവാണ് പറഞ്ഞത്. നീ ബസ് കാത്തു നിൽക്കുമ്പോ ഈ സൂറത്ത് ഓതിക്കൂടാ? നീ ബസ്സിൽ കമ്പി പിടിച്ചു നിൽക്കുമ്പോ ഈ സൂറത്ത് ഓതിക്കൂടാ? നീ ബൈക്കിൽ 1 മണിക്കൂർ യാത്ര ചെയ്യുമ്പോ ഈ സൂറത്ത് ഓതിക്കൂടാ? ആര് പറഞ്ഞു സമയമില്ലെന്ന്? നമ്മളെക്കാളും തിരക്കുള്ള നമ്മുടെ ഹബീബ് റസൂലുള്ളാഹിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മനോഭാവം മാറ്റണം. സമയമുണ്ട്. സമയത്തിൽ അള്ളാഹു ബറക്കത്ത് തരാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗികളായ ധാരാളം ആളുകൾ നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും ആശുപത്രികളിലും അള്ളാഹുവേ അവർക്ക് നീ ശിഫ നൽകണമേ. താങ്ങാനാകാത്ത